നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 6, 2025 വ്യാഴം. അങ്ങനെ ഒരു ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും നമ്മൾ മാർക്കറ്റിലേക്ക് തിരിച്ചു വരികയാണ്. ഇന്ന് സെൻസെക്സിന്റെ വീക്ക്ലി എക്സ്പയറി ആയതിനാൽ മാത്രമല്ല, രാവിലെ 10:30 ഇന്ത്യയിൽ നിന്നും ഒക്ടോബർ മാസത്തെ HSBC കോമ്പോസിറ്റ് PMI ഡേറ്റയും റിലീസ് ചെയ്യാനിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റി എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. IT, ഓട്ടോ, മെറ്റൽ സ്റ്റോക്സുകളിൽ ഉടലെടുത്ത ശക്തമായ സെല്ലിങ്ങിനെ തുടർന്ന് മിനിങ്ങാന്ന് ചൊവ്വാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. കൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1067.01 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1202.90 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് ഇന്ന് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 25,750, 25,800 എന്നീ ലെവലുകൾ അതിശക്തമായി മറികടക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നിഫ്റ്റിയുടെ സൈക്കോളജിക്കൽ ലെവലായ 26,000 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുള്ളൂ. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റി 25,600 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് 25,500 എന്ന ലെവൽ സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ടും ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടും മാറിയേക്കാം. അതേസമയം 25,400 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടിയാണ്. ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെ എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുണ്ടായത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ 6 മണിക്ക് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ ഓസ്ട്രേലിയയിൽ നിന്നും സെപ്റ്റംബർ മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡ് റിലീസ് ഉണ്ട്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 5:30 UK നിന്നും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാനിരിക്കുന്നു. രാത്രി 8:30 കാനഡയിൽ നിന്നും IVPMI ഒക്ടോബർ മാസത്തെ റിലീസിനും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ 3 ഇവന്റുകളാണ് ഇന്ന് പ്രധാനമായും ഗ്ലോബലി ഉള്ളത്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക്, ഇൻഫോസിസ്, വിപ്രോ ADRകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. വിപ്രോ ADRന് ഏകദേശം 2% നേട്ടം കൈവരിക്കുവാനുമായി. അതേസമയം ഡോക്ടർ റെഡ്ഡീസ്, HDFC ബാങ്ക്, ICICI ബാങ്ക് ADRകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ച പ്രൈവറ്റ് പേറോൾസ് ഡാറ്റ US റിലീസ് ചെയ്തതിനെ തുടർന്ന് അത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള പ്രതീക്ഷകളെ വർദ്ധിപ്പിച്ചതിന്റെ ഫലമായിട്ട് വീണ്ടും ഇന്നലെ US മാർക്കറ്റുകൾക്ക് ശക്തിയാർജിക്കുവാൻ സാധിക്കുകയുണ്ടായി. തൽഫലമായി S&P 500നും നാസ്ഡാക്കിനും നേട്ടത്തോടുകൂടി തന്നെ ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് 3 ഇന്നലെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. UK മാർക്കറ്റ് 0.5%, ജർമ്മൻ മാർക്കറ്റ് 0.5%, അതേസമയം ഫ്രാൻസ് മാർക്കറ്റ് നേരിയ നേട്ടത്തിലുമാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇന്ന് വെളുപ്പിന് 2:45 ക്ലോസ് ആയ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1.5%, കൊറിയൻ മാർക്കറ്റ് 1%-ലേറെയും നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഉയർച്ച അനുഭവപ്പെടുമ്പോൾ ഗോൾഡിന്റെ വില $8 ഇടിഞ്ഞ് $3,972 എന്ന നിലയിലായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.73 എന്ന നിലയിലും മാക്സ് പെയിൻ 25,700 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ലോവർ ഹൈ ലോവർ ലോ സ്ട്രക്ചർ തുടരുമ്പോഴും എബവ് ആവറേജ് വോളിയത്തോട് കൂടിയിട്ടുള്ള ലോങ് ബെയറിഷ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. മിനിങ്ങാന്നുണ്ടായ ഫോളിനെ തുടർന്ന് നിഫ്റ്റി അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 ഡേ EMAകളുടെ താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതെങ്കിലും 50-100 ഡേ EMAയ്ക്ക് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനും നിഫ്റ്റിക്കായി. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലേക്ക് 26,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ
ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗും നിലവിൽ കാണുക. അതേസമയം പുട്ട് സൈഡിൽ 25,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,200 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.83 എന്ന നിലയിലും മാക്സ്പെയിൻ 58,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. കഴിഞ്ഞ ദിവസത്തെ പരിധിക്കുള്ളിൽ അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. എങ്കിലും ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് മിഡ് ടൈം ഉൾപ്പെടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി RSI 60.75 എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 58,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. 58,000 എന്ന സ്ട്രൈക്കിൽ തന്നെയായിട്ടാണ് പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലവിൽ കാണുന്നത്. 58,200 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ടു ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. എംബസി REIT നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ 15% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 13% വർധനവും രേഖപ്പെടുത്തി. ഇൻഡിഗോ കമ്പനിയുടെ നെറ്റ് ലോസ് 2.5 മടങ്ങിലേറെ വർദ്ധിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 986.7 കോടി രൂപയായിരുന്ന ലോസിൽ നിന്നും 2,582 കോടി രൂപയായി വർദ്ധിക്കുകയുണ്ടായി. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ അതേസമയം 9.3% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എസ്റ്റിമേറ്റ്സിനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട് നെറ്റ് പ്രോഫിറ്റിൽ 23% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. റവന്യൂവിൽ 4% വളർച്ചയും രേഖപ്പെടുത്തി. ബ്ലൂ സ്റ്റാർ നെറ്റ് പ്രോഫിറ്റിൽ 3% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 6.4% വളർച്ചയും രേഖപ്പെടുത്തി. ഡൽഹി വെറി കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 10.2 കോടി രൂപ ലാഭത്തിൽ നിന്നും ഈ ക്വാർട്ടർ ആയപ്പോൾ 50.37 കോടി രൂപ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്. അതേസമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 16.9% വളർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ഗ്രാസിം ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റിൽ 76% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ 17% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. സിറ്റി യൂണിയൻ ബാങ്ക് പ്രോഫിറ്റിൽ 15% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ ഇൻട്രസ്റ്റ് ഇൻകത്തില് 1,434 കോടി രൂപയിൽ നിന്നും 1,653 കോടി രൂപയായി വളരുകയുമുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.